വേടൻ ഒളിവിലെന്ന് പോലീസ്. ഇന്നലെ തൃശൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും വേടൻ ഉണ്ടായിരുന്നില്ല. വേടൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് വേടന്റെ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം പരാതി നൽകിയ വനിതാ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം വേടനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തിനൊളിവിൽ പോകണം? അങ്ങനെ ഒരു ചോദ്യം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചോദിക്കാം. പിന്നെ അറസ്റ്റ് ഉറപ്പാണ് എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കണം ഒളിവിൽ പോയത്. കാരണം ഇതുവരെ ഉയർന്നു വന്ന ആരോപണം പോലെയല്ല, ഇത് ശക്തമായിട്ടുള്ള ആരോപണമാണ്. വെളിയിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യുമെന്ന് വേടൻ അറിയാം. അതുകൊണ്ടാണ് ഒളിവിൽ പോയത്. ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. പക്ഷെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് നീട്ടിവെച്ചേക്കാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് വേടനെ നല്ല രീതിയിൽ തിരയുന്നുണ്ട്. പിന്നെ പോലീസുകാര് എല്ലാവരും ഒളിവിൽ പോയതിനു ശേഷമാണല്ലോ പോലീസുകാർ അന്വേഷണം ആരംഭിക്കുന്നത്. സാരമില്ല, ജാമ്യം കിട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ പുറത്തേക്ക് വരുമായിരിക്കും. അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ വേടനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം സർക്കാരിന്റെ മുകളിൽ നല്ല രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. വേടൻ ഇപ്പോൾ ഒരു കോൺട്രവേഴ്ഷ്യൽ ഫിഗറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്രയും നാളും വേടനെതിരെ കുറെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ ആരോപണങ്ങളൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റത്തില്ല. സംശയമുണ്ട്, പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റത്തില്ല. വേടന്റെ ആരാധകരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് വേടനെ ഒരിക്കലും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം ഇതിനു മുമ്പും വേടൻ മുൻനിരയിൽ വരുന്നതിന് മുമ്പും ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വേടൻ തുറന്ന് സമ്മതിച്ചതുമാണ്. അപ്പൊ ഇതിനു മുമ്പും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതേ തെറ്റിന്റെ പേരിലാണ് ആരോപണം ഉയർന്നു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വേടനെ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. വേടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ വേടന് രക്ഷ കിട്ടണം. അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ കേസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഒരു യുവ ഡോക്ടറാണ് മുന്നോട്ട് വന്നേക്കുന്നത്. വേടന്റെ ആരാധികയായിരുന്നു. വേടന്റെ ആരാധികയായിട്ടാണ് അടുപ്പം തുടങ്ങിയത്. അങ്ങനെ പിന്നീട് വിവാഹ വാഗ്ദാനത്തിലേക്കൊക്കെ പോയി. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിലാണ് ഇവർ തമ്മിലുള്ള ബന്ധമുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും വർഷം ആയി. അപ്പൊ ഇതൊരിക്കലും നമുക്ക് ഇവര് പറഞ്ഞ രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല. രണ്ടുപേരും രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം ചെയ്തതാകണം. അപ്പൊ നമുക്ക് ചോദിക്കാം, ഇത്രയും നാളും ഇവൾക്കിത് തോന്നിയില്ലേ? ഇപ്പോഴാണോ ഇവൾക്കിത് തോന്നുന്നത്? പക്ഷേ ഇപ്പോഴുള്ള ഒരു നിയമം BNS പ്രകാരം ഇത് തെറ്റാണ്. ഞാൻ BNS തുടങ്ങിയ സമയത്ത്, BNS ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആണുങ്ങൾക്ക് ഏറ്റവും പണി കിട്ടാൻ പോകുന്ന ഒരു നിയമമാണ് BNSലുള്ളത്. അതായത് വിവാഹ വാഗ്ദാനം നൽകിയോ അതല്ലെന്നുണ്ടെങ്കിൽ ജോലിക്കയറ്റം, അങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി ഒരു പെൺകുട്ടിയെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഉറപ്പായിട്ടും ആ പെൺകുട്ടിക്ക് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊരു ചൂഷണം എന്നുള്ള രീതിയിലായിരിക്കും കണക്കാക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ ഈ കേസിലും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേടൻ ഉറപ്പായിട്ടും പണി കിട്ടും. അതാണ് സത്യം. വേടന്റെ വീട്ടിൽ തൃക്കാക്കര പോലീസ് പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതിനാൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ പോലീസ് ഹൈക്കോടതിയിൽ എതിർക്കും. വേടനെതിരെയുള്ള തെളിവുകൾ തേടുകയാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായാണ് തൃശൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യൽ വൈകും. മുൻകൂർ ജാമ്യ ഹർജി ഈ മാസം 18 പരിഗണിക്കും. 2021 മുതൽ 2023 വരെ കോഴിക്കോടും കൊച്ചിയിലും വെച്ച വേടൻ യുവതിയെ പരാതി. യുവതി നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക. വേടൻ ഈ പെൺകുട്ടിക്ക് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ പോലീസുകാർ ശേഖരിച്ചിട്ടുമുണ്ട്. വേടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വേടൻ ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പെൺകുട്ടിക്ക് പൈസ ഇട്ട് കൊടുക്കുന്നത്? വേടനെതിരെ ഇപ്പൊ തന്നെ ഒരുപാട് കള്ളപ്പരാതികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വേടൻ ഒരു പുത്തരിയല്ല. വേടൻ നല്ല രീതിയിൽ ഈ ഒരു ഇഷ്യൂയിൽ പേടിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള കേസ് പോലെയല്ല. ഇതുവരെയുള്ള കേസുകളിൽ വേടൻ നല്ല രീതിയിൽ ധൈര്യത്തോടു കൂടിയിട്ട് മാധ്യമങ്ങളെ വന്ന് ഫേസ് ചെയ്യുകയും എല്ലാവരുടെയും മുമ്പിൽ സംസാരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഈ കേസിൽ പെട്ടെന്ന് തന്നെ ജാമ്യ ഹർജി കൊടുക്കുന്നു, ഒളിവിൽ പോകുന്നു. അതുകൂടാതെ തന്നെ വേടൻ പറയുന്നുണ്ട്, ഞാൻ നിരപരാധിയാണ്, വെറും ഒരു ആരാധിക എന്നുള്ള രീതിയിലുള്ള അടുപ്പം മാത്രമാണ്, ഞങ്ങൾക്ക് തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടിയിട്ട് ചെയ്തതാണ്. ഈ ആരാധികമാരോടൊക്കെ എന്തിനാണ് അടുപ്പം സൃഷ്ടിക്കുന്നത്? അതൊരു ചോദ്യമാണ്. അപ്പൊ ഒരു ആരാധികയോട് മാത്രമല്ല വേടൻ അടുപ്പമുള്ളത്, പല ആരാധികമാരോട് അടുപ്പമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ റിയൽ ലൈഫ്, അതായത് പേഴ്സണൽ ലൈഫ് ഒട്ടും കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരും. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് നടന്മാർക്കെതിരെ കുറെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളിൽ കുറെയൊക്കെ തന്നെ സത്യമാണ്.
പക്ഷേ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തെളിവുകളുടെ അഭാവത്തിലുമാണ് അത് തള്ളിപ്പോയത്. ഇവിടെ വേടനെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് തള്ളിപ്പോത്തില്ല. കാരണം രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും വേടൻ ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ജാതി കാർഡും വില പോകത്തില്ല. ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരിക്കലും ജാതി കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ വരുമ്പോൾ വേടൻ ഒരു റിപ്പീറ്റഡ് ഒഫൻഡർ ആണ്. ഇതിനു മുമ്പ് ഇതുപോലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേടന്റെ ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒട്ടും ക്ലീൻ അല്ല. അങ്ങനെ വരുമ്പോൾ വേടന് ശക്തമായിട്ടുള്ള ശിക്ഷ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലും. ഈ ഒരു വിഷയത്തിൽ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുടുങ്ങും, ഉറപ്പായിട്ടും കുടുങ്ങും. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാതിക്കാട് ഇറക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, വേടൻ രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് വേടനെ മനഃപൂർവ്വം കുടുക്കിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേടൻ കുടുങ്ങാനാണ് സാധ്യത. വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതിപ്പോൾ എന്ത് കാരണത്താലാണെന്നുണ്ടെങ്കിലും. ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നു, ആ പെൺകുട്ടിയുമായിട്ട് അടുപ്പം സ്ഥാപിച്ചിട്ട് വിവാഹ വാഗ്ദാനം നൽകിയതാണെന്നുണ്ടെങ്കിലും അപ്പോൾ ആ പെൺകുട്ടി അവനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇവൻ എന്നെ വിവാഹം കഴിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതാണ് ഇപ്പോഴത്തെ കേസ്, ഇപ്പോഴത്തെ നിയമപ്രകാരം ഇത് തെറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അടുപ്പം സ്ഥാപിച്ചിട്ട് അവളെ ഉപേക്ഷിച്ച് കളഞ്ഞു, ഇതാണ് കേസ്. ആ ഡോക്ടർ പറയുന്നത് എന്നെ ഒരുപാട് തവണ ഉപയോഗിച്ചതിന് ശേഷം എന്നെ വെറും കറിവേപ്പില പോലെ എറിഞ്ഞു കളഞ്ഞു. ഇങ്ങനെയാണ് ഡോക്ടർ പറയുന്നത്. വേടൻ പറയുന്നത് എനിക്ക് ജസ്റ്റ് ആരാധിക എന്നുള്ളൊരു പരിചയം മാത്രമാണ്, അതിനുശേഷം പിന്നീട് എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് വേടൻ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ വേടന്റെ മറുപടി എന്തായിരുന്നു എന്നുള്ളതും കൂടി നമുക്കൊന്ന് കേൾക്കാം. മുൻകൂർ ജാമ്യം തേടി റാപ്പ് ഗായകൻ വേടൻ ഹൈക്കോടതിയിൽ ആരാധിക എന്ന നിലയിലാണ് പരിചയം. പിന്നീട് വലിയ അടുപ്പമായി മാറിയെന്ന് പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാണെന്ന് വേടൻ കോടതിയെ അറിയിച്ചു. വിവാഹ വാഗ്ദാനം നൽകി നിലനിൽക്കില്ലെന്നാണ് വാദം. തന്നെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു, പണം തട്ടാനും ശ്രമമെന്നും വേടൻ കോടതിയിൽ പറഞ്ഞു. രാഗിനുണ്ട്. രാഗിൻ മുൻകൂർ ജാമ്യ ഹർജിയുമായി വരുമ്പോൾ വേടൻ എന്താണ് കോടതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? കേസിൽ വേടൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ താൻ നിരപരാധിയാണ് എന്നതാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പരാതിക്കാരിയുടെ ആരോപണം ഒരു വാദത്തിന് അംഗീകരിച്ചാൽ പോലും കുറ്റം നിലനിൽക്കില്ല, വിവാഹ വാഗ്ദാനം നൽകി കുറ്റം നിലനിൽക്കില്ല എന്നതാണ് പറയുന്നത്. ആരാധികയായി വന്ന് അടുപ്പമുണ്ടായി എന്ന് മൊഴിയിൽ തന്നെ ഉണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പ്രധാനമായും എടുത്തു പറയുന്നത് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഫോണിൽ വിളിച്ച ഒരു സ്ത്രീ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. പണം ഏതായാലും ഇങ്ങനൊരു കേസിൽ നമുക്ക് ആരുടെയും പക്ഷം ചേർന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇത് കള്ളക്കേസാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പുറത്തു വരണം. കള്ളക്കേസ് കൊടുത്ത് ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കണം. പക്ഷെ അങ്ങനെ ആക്ഷൻ എടുക്കുന്നില്ലല്ലോ. ഇതുവരെ കുറെ കള്ളക്കേസ് കൊടുത്തിട്ടുള്ള സ്ത്രീകളെ നമുക്കറിയാം. ആ സ്ത്രീകൾക്കെതിരെ ഒന്നും ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. വെറുതെ അവര് കൊടുത്തത് കള്ളക്കേസാണ്, കേസ് തള്ളിപ്പോയി എന്ന് പറയുന്നതല്ലാതെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. പക്ഷെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു വ്യക്തിക്കുണ്ടായ മാനഹാനിക്ക് ആരും ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് വേടന്റെ കേസിൽ ഇത് കള്ളക്കേസാണെന്നുണ്ടെങ്കിൽ, വേടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വേടൻ രക്ഷപ്പെടട്ടെ. ആരുടെയും പക്ഷം ചേരാൻ നമുക്ക് പറ്റത്തില്ല. അതല്ല, വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അവിടെ എന്ത് കാർഡ് ഇറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. നമ്മുടെ ഹിസ്റ്ററി ശരിയല്ലെന്നുണ്ടെങ്കിൽ, നമ്മൾ കടന്നു വന്ന വഴികളിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ അത് വേട്ടയാടും. നമ്മൾ എത്ര വലിയ ഫേമസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, പിന്നീട് എത്ര നന്മകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തെറ്റിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ തെറ്റ് നമ്മളെ വേട്ടയാടുക തന്നെ ചെയ്യും. അതായിരിക്കാം ഇപ്പോൾ വേടന് സംഭവിക്കുന്നത്. വേടൻ തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ഭാവിയിൽ അറിയാം. ഇത് കള്ളക്കേസാണെന്നുണ്ടെങ്കിലും, വേടൻ നിരപരാധിയാണെന്നുണ്ടെങ്കിലും, ഇനി വേടൻ തെറ്റുകാരനാണെന്നുണ്ടെങ്കിലും നമുക്ക് വൈകാതെ തന്നെ അറിയാം.